ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിടുന്ന ഓരോ വോയിസ് ക്ലിപ്പിൻ്റെ അടിയിലും വീഡിയോസിൻ്റെ അടിയിലും പേരൻസും ഫ്രണ്ട്സും ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മറന്നേക്ക്, പിന്നെ എന്താണ് പ്രശ്നം, എന്താ അങ്ങനെ സംഭവം, ഇങ്ങനെ എന്താ വീഡിയോ ഇടണേ എന്നൊക്കെ. എല്ലാവരും ചിരിച്ച് കളിച്ച് ഓടി നടക്കുന്ന ഒരാളെ ആയിട്ടാണ് കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ജീവിച്ചേക്കുന്നത് ഫുള്ള്. പിന്നെ ഇങ്ങനെ വിഷമിച്ചൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരുന്നു, ഒരാൾ പോലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കണില്ല. ശരിയാ ഫ്രണ്ട്സ്, നമ്മുടെ വിഷമങ്ങൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇറക്കി വെക്കണ്ടേ? സമൂഹം അറിയേണ്ട വിഷമങ്ങളാണെങ്കിൽ സമൂഹം അറിയന്നെ വേണ്ടേ? അല്ലാതെ നമ്മൾ സമൂഹത്തിൽ പറയേണ്ട കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പറയാതെ നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയാമെന്ന് വെച്ചത്. കാരണം നാളെ ഞാൻ അനുഭവിച്ചൊരു വേദന ഒരു പ്രവാസിക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. കാരണം അതിന് മാത്രം ചോരയാണ് എൻ്റെ കണ്ണിൽ നിന്ന് പോയത് മൊത്തം. അതിന് മാത്രം സാമ്പത്തിക നഷ്ടവും, അതിന് മാത്രം മാനസിക നഷ്ടവും, അതിന് മാത്രമുള്ള വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ 2 വർഷം ഞാൻ അനുഭവിച്ചു. ഇപ്പം എല്ലാം തീർന്നു, എല്ലാം ക്ലിയറായി. പക്ഷേ നമുക്ക് വന്ന നഷ്ടങ്ങളും വിഷമങ്ങളും നമ്മൾക്ക് തീരില്ലല്ലോ, പ്രശ്നങ്ങളല്ലേ തീരുള്ളൂ. ഇനി ഞാൻ സ്റ്റോറി പറയാം. ഞാൻ വന്ന് ഒരു 3.5-4 വർഷത്തിന് മുമ്പ് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു സൊഹാറിൽ. ഞാനുള്ളത് ഒമാനിലാണ്. സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂടെ കൂടിയവർ തുടങ്ങി, വന്നവർ തുടങ്ങി, എല്ലാവരും എന്നെ എങ്ങനെ അധംപതിപ്പിക്കണം, എന്നെ എങ്ങനെ ആ സ്കൂളിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം, എന്നെ എങ്ങനെ അതിൽ നിന്ന് ഒഴിവാക്കണം, എങ്ങനെ അത് അവർക്ക് സ്വന്തമാക്കണം എന്നായിരുന്നു വന്നവരും നിന്നവരും എല്ലാം, സ്റ്റാഫുകളും എല്ലാവരും. ഒരാൾ പോലും അതിനകത്ത് എനിക്ക് സപ്പോർട്ട് എന്ന് പറയാൻ ആരും ഉണ്ടായില്ല. ഞാൻ എന്തെങ്കിലും വേണ്ടുമ്പോഴേക്കും അത് അപ്പുറത്തേക്ക് പറയും, ഇപ്പുറത്തേക്ക് പറയും. അങ്ങനെ ആലോചിക്കണം, രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് ഇനിയൊരു സ്കൂൾ ഇവിടെ കിട്ടില്ല, ലൈസൻസ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആ സ്ഥലത്താണ് ഞാൻ ഈ ഒരു സ്കൂൾ തുടങ്ങുന്നത്. പൈസ നാട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ ഇവിടെ എത്ര പൈസ വരുന്നുള്ളതൊക്കെ. അങ്ങനെ എൻ്റെ കൂടെ നിന്നവരെല്ലാം എന്നെ ചതിച്ചു, എല്ലാവരും എന്നെ പറ്റിച്ചു. പോലീസ് കേസായി, കൂട്ടായി, ബഹളായി, എല്ലാ പ്രശ്നങ്ങളും വന്നു. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇവിടെ, ഒരുപാട് സംഘടനകളുണ്ട് ഇവിടെ. ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നില്ല. എല്ലാവർക്കും എന്നോട് ശത്രുതയാണ്. അറിയില്ല, ഞാൻ ആരോടൊന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്തൊരു തെറ്റാണ് ആ സ്കൂളിട്ടതാണ് എൻ്റെ അടുത്തൊരു തെറ്റ്. എല്ലാവരും ഈ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും, പോലീസ് കേസൊക്കെ വന്നപ്പോൾ എൻ്റെ ബാക്കിൽ ആരുണ്ടെന്ന് അന്വേഷിച്ചിട്ട് വേണം അടുത്ത ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട്. അതിന് വരെ തുനിഞ്ഞ ആൾക്കാരാണ് നമ്മുടെ സൊഹാറിലുള്ളത്. ഇത്രയും പ്രവാസികളുണ്ട് ഇവിടെ, ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഒരു പെണ്ണ് തന്നെ ഒരു ബിസിനസ് ഇടുമ്പോൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ഈ വീഡിയോ ചെയ്യാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയാമോ? ഒരു വാക്കാണ്. എൻ്റെ മക്കൾ എന്നോട് എപ്പോഴും ഫോൺ വിളിക്കും, മമ്മി ഒരു ദുഷിച്ചിന്തി തോന്നരുത് കേട്ടോ, മമ്മി ഒന്നും ചെയ്യരുത് കേട്ടോ, മമ്മി എല്ലാം തീരും, മമ്മി വിഷമിക്കണ്ട കേട്ടോ, മമ്മി ഒന്നും ചെയ്യരുത്, ഞങ്ങൾക്ക് ആരും ഉണ്ടാവില്ല, മമ്മി ഒന്നും ചെയ്യരുത്. ആ മക്കളുടെ വേദന ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പൈസയൊക്കെ വെച്ചുകൊടുത്തിരിക്കും. ഇപ്പോൾ കുറേ പൈസ നഷ്ടം വന്നു, പണിയെടുത്തുണ്ടാവാം, അല്ലെങ്കിൽ ബാങ്കിൽ വിളിച്ച് പറഞ്ഞ് അവരോട് എനിക്ക് പറയാം, ബാങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ അടയ്ക്കും, എനിക്ക് കുറച്ച് സമയം വേണം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ ഉള്ളിലെ വിഷമം, നമ്മുടെ മക്കൾ അനുഭവിച്ച വേദന, ഫാമിലി അനുഭവിച്ച വേദന, ഇതൊക്കെ ഇവരെ കൊണ്ട് തീർക്കാൻ പറ്റുമോ? ഇതിനൊക്കെ ഒരു മറുപടി നിങ്ങൾ പറയും. അതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഡിയോ തുടങ്ങിയതിൻ്റെ കാരണം. ഇന്നൊരു ചെറിയ വരുമാനമെങ്കിലും നമുക്ക് ആയിക്കഴിഞ്ഞാൽ പഴയതുപോലെ നമുക്ക് തിരിച്ചു വരണമല്ലോ എന്തായാലും. കാരണം പേടിച്ച് ഓടി ഒളിച്ചിരിക്കാൻ, മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റുന്നൊരു സ്വഭാവക്കാരിയല്ല ഞാൻ. അങ്ങനെ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട്
ഇനിയും എനിക്ക് പൂർവാധിക ശക്തിയോടുകൂടി പഴയ ആ ജൂഡിയായിട്ട് തിരിച്ചു വരണം. അപ്പം അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വീഡിയോ ഇടുന്നത്. ഓരോരോ ക്ലിപ്പുകൾ നമ്മുടെ വിഷമങ്ങൾ വരുമ്പോഴൊക്കെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടി എന്താണ് പ്രശ്നം എന്നറിഞ്ഞപ്പം ചോദിക്കേണ്ടത് വന്നപ്പോഴാണ് ഞാനത് പറഞ്ഞത്. കാരണം എന്നെ വിശ്വസിച്ച് എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ മുമ്പിലൊന്നും എനിക്ക് തിരിച്ചാ വിശ്വാസം കാണിക്കാൻ പറ്റിയില്ല. കാരണം എന്നും പ്രശ്നങ്ങളാണ്, 24 മണിക്കൂറും പ്രശ്നങ്ങൾ, പോലീസ് കേസും കാര്യങ്ങളും, സ്കൂളിൻ്റെ പ്രശ്നങ്ങൾ, സ്റ്റാഫിൻ്റെ പ്രശ്നങ്ങൾ, എന്നും പ്രശ്നങ്ങളാണ്. നമുക്ക് തല നിവരാൻ നേരമില്ല. അതേമാതിരി ഭക്ഷണം കഴിക്കാൻ, ശ്വാസം കിടന്നുറങ്ങാൻ ഒരുപാട്. ഞാൻ 1 മാസമായിട്ടുള്ളൂ കൂട്ടുകാരെ ഉറങ്ങി തുടങ്ങിയിട്ട്. ഇതിനു മുമ്പ് എന്നും പ്രശ്നങ്ങളാണ്. സ്റ്റാഫുകളുടെ ഒരു പക്ഷം, പിന്നെ കൂടെയുള്ളവരൊരു പക്ഷം. എന്താ പറയുക, ഒരു പെണ്ണ് തന്നെ ഇതെല്ലാം സഹിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് ഗൈസ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. എന്നെ ചെറിയൊരു വരുമാനം ഫേസ്ബുക്കിൽ നിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ബായ്.